കോഴിക്കോട് അറസ്റ്റിലായ ഫിസിയോതെറാപ്പിസ്റ്റ് കട്ടിലിൽ കെട്ടിയിട്ടുകൊണ്ടാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് പരാതിക്കാരിയായ വിദ്യാർത്ഥി തുറന്നു പറയുകയാണ്. തോളലിലെ വേദനയെ തുടർന്നാണ് താൻ ചികിത്സ തേടിയത്. പക്ഷേ പരിശോധനയ്ക്കിടെ ശരീരം. ഹായ് ഗൈസ്, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എന്നെ പോലുള്ള പല ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഈ ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഇടയിലുള്ള എല്ലാ ആൾക്കാരും ഈ ന്യൂസ് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് പരാമർശിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാണ് ആ ന്യൂസ് ചാനൽ പരാമർശിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ? അദ്ദേഹം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അയാളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ മോളിൽ കൊടുത്തേക്കാം. അയാളുടെ സർട്ടിഫിക്കറ്റ് ആണ്. അയാളുടെ പേര് വന്നിട്ട് ഷിൻഡോ തോമസ് എന്നാണ് പേര് വന്നിരിക്കുന്നത്. അയാൾ പഠിച്ചത് ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലത്തിൽ നിന്നാണ് എന്തോ ബിരുദം എടുത്തേക്കുന്നത്. കോൺവൊക്കേഷൻ സെറിമണീന്റെ സർട്ടിഫിക്കറ്റ് ആണ് മുകളിൽ കൊടുത്തേക്കാം. നോക്കണം നിങ്ങൾ. സിദ്ധവേദ എന്ന കോഴ്സ് എന്തോ ആണ് പഠിച്ചത്. സെന്റർ ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് USA എന്തോ എടുത്തത്. സിദ്ധവേദ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചേക്കുന്നത്. അത് ഡിപ്ലോമ കോഴ്സ് എന്തോ ആണത്. പിന്നീട് അയാളുടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഡിപ്ലോമ ഇൻ കൈറോപ്രാക്ടിക് മെത്തേഡ് ആൻഡ് ട്രഡീഷണൽ ബോൺ സെറ്റിംഗ്. ഈ ഒരു കോഴ്സിനാണ് നോട്ട് ദ പോയിന്റ്, ഡിപ്ലോമ ഇൻ കൈറോപ്രാക്ടിക് മെത്തേഡ് ആൻഡ് ട്രഡീഷണൽ ബോൺ സെറ്റിംഗ്. ഈ ഒരു കോഴ്സിലാണ് അയാൾക്ക് ഡിപ്ലോമ കഴിഞ്ഞേക്കുന്നത്. അയാൾക്ക് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്നൊരു ഡിഗ്രി അയാൾക്ക് ഇല്ല. ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് കംപ്ലീറ്റ് ആവാത്ത ഒരാളെ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ ന്യൂസ് ചാനലുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഓൾറെഡി ഇതിനു മുമ്പും ഇതേപോലെയുള്ള കുറെ ഫേക്ക് ഫിസിയോസിന്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷം പയ്യന്നൂരും ഇതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു. അയാളെയും ന്യൂസ് ചാനൽ അഭിസംബോധന ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നാണ്. പക്ഷേ സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് അയാൾക്ക് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി ഇല്ല. നമ്മൾ കണ്ട ന്യൂസിൽ ആ കുട്ടിയെ പറയുന്നില്ല അത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഫിസിയോതെറാപ്പി പോലെ തോന്നിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ആ ഇരയായ കുട്ടി പോലും അത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് പറയുന്നില്ല. അപ്പൊ ന്യൂസ് ചാനൽ ഒന്നുമില്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ട് വേണ്ടേ? ഇതിപ്പോ എൻ്റെ ഫിസിയോതെറാപ്പി സൊസൈറ്റിക്ക് തന്നെ അപമാനകരമായിട്ടുള്ള ന്യൂസ് അല്ലേ പുറത്തേക്ക് ഇടുന്നത്. നാളെ ആൾക്കാർ ജനങ്ങൾ എന്ത് വിശ്വസിച്ച് ഫിസിയോതെറാപ്പിക്ക് പോകും? അതും പ്രത്യേകിച്ച് ഫീമെയിൽ പേഷ്യൻസ് മെയിൽ ഫിസിയോസിന്റെ അടുത്തേക്ക് എങ്ങനെ പോകും? ഇത് കേരളത്തിലെ എൻറ്റയർ ഫിസിയോസിനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം. KPC എന്ന് പറഞ്ഞൊരു സംഘടന നമുക്കുണ്ട്. അപ്പൊ KPCനോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ ഇതിനെതിരെ എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം, നടപടി. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുന്നതാണ്, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന കോഴ്സ് കംപ്ലീറ്റ് ആവാതെ, സർട്ടിഫിക്കറ്റ് കിട്ടാതെ, പാസ് ആവാത്ത ഒരാളെയും ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അവരൊന്നും ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല. ഫിസിയോ ആണെന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് കുറെ ആൾക്കാർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കെണിയിലും വലയിലും പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാരെയും ഈ ഫേക്ക് ആയിട്ട് നടക്കുന്ന ഫിസിയോസിനൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇങ്ങനത്തെ കേസസ് വരുമ്പോഴാണ് അറിയുന്നത്.